വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് നമ്മുടെ വീടുകളിൽ എന്തായാലും കുറച്ച് വെണ്ടയ്ക്ക എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു 10-12 വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളി ഒരു കറി ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കൂടെ കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും വേണ്ട. കിഡിലൻ ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഫുള്ളായിട്ട് കാണാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഒരു 10-12 വെണ്ടക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു മീഡിയം സൈസിൽ നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതാദ്യം നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ഇതൊന്ന് പുരട്ടുന്നത്. ഇത് പുരട്ടിയ ഉടനെ തന്നെ വറുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മളുടെ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്ക ഇനി വേറെ വേവിക്കില്ല. അപ്പോൾ എന്തെങ്കിലും വെണ്ടയ്ക്ക മുഴുവനായിട്ട് വെന്ത് കിട്ടണം. ഇതാ കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി വെണ്ടയ്ക്കൊക്കെ ഒന്ന് ചുരുങ്ങി വരും. അപ്പോൾ അത് നല്ലോണം ഫ്രൈ ആയിട്ടുമുണ്ട്, നല്ലോണം വെന്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഇനി വേവിക്കാത്ത കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്റ്റേജിൽ തന്നെ വെണ്ടയ്ക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ച ശേഷം അതേ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും 1 സബോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ വാട്ടിയെടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ വഴറ്റിയാൽ മതിയാവുമായിരിക്കും മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാനായിട്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കാരണം നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക വറുത്തപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ഇനി അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ചാറ് ഒന്നും കൂടെ കുറുകി കിട്ടണം. അപ്പോൾ ചാറ് നല്ലോണം കുറുകിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് 1 കപ്പ് തൈര്. 1 കപ്പ് തൈര് നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. തീ ഓഫ് ചെയ്ത് നമ്മൾ 1 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു മഞ്ഞ കളറിലൊരു കറി കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.